ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ. ഇന്ന് നവംബർ 1 കേരള പ്രവചനം 2025 നവംബർ 1. 2021 LDF സർക്കാർ അതിദരിദ്രരായി കേരളത്തിൽ വസിക്കുന്നവരെ കണ്ടെത്തി അതിനുശേഷം നടത്തി വന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണമായി കേരളത്തിനകത്ത് അതിദരിദ്രം ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ ഒരു ആഘോഷ ദിവസമായാണ് ഇന്നത്തെ നവംബർ 1-ാം തീയതി ഇന്ന് കാണുന്നത്. ഇന്ന് വേറെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. 1600 രൂപ പെൻഷനായിരുന്നത് ഒറ്റയടിക്ക് അത് 2000 രൂപയാക്കി പെൻഷനും വർദ്ധിപ്പിച്ചുകൊണ്ടും അത് സർവ്വമേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ എല്ലാവർക്കും അവർക്ക് അർഹമായ നിലയിലുള്ള വർധനവ് നടത്തി. ആശാ വർക്കർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. മറ്റിതര എല്ലാ തൊഴിലാളികളെയും 1000-ഉം 50-ഉം രൂപ ദിവസം 50 രൂപ വെച്ച് സ്കൂൾ പാചക തൊഴിലാളികളെയും വർദ്ധിപ്പിച്ചു. അങ്ങനെ കേരളത്തിൽ ആകെ ഒരു ഉത്സവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നേ ദിവസം പെരുമാതുറ ബ്രാഞ്ചിൻ്റെ കൊഴിക്കര ബ്രാഞ്ച് 2 ബ്രാഞ്ചുകൾ സംയുക്തമായി ഇവിടെ ഒരു പ്രകടനം നടത്തുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ഗവൺമെൻറ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ലഡു വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഒരു ഉദ്ഘാടന ചടങ്ങായി തുടങ്ങാൻ പോകാമെന്ന് മറ്റ് ശാഖകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ അതിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നതായിരിക്കും. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ എണ്ണിയാൽ തീരാത്ത നിരവധി മേഖലയിൽ 1-ാം സ്ഥാനത്തെത്തിയ കേരളം ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ വളരെ ആഹ്ലാദകരമായ തീരുമാനം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. ഈ അതിദരിദ്രരെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ആ ഒരു വിളംബരം, ഒരു പ്രഖ്യാപനം. കൂടാതെ പെൻഷൻ്റെ വർധനവ്, വീട്ടമ്മമാരുടെ പെൻഷൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തീർത്തും കേരളത്തിലെ ജനങ്ങൾ ആഹ്ലാദത്തിലാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ സന്തോഷം പ്രകടനം നടത്തി മധുരം വിളംബരം ചെയ്തു തന്നെ ജനങ്ങൾ ആഹ്ലാദിക്കുകയാണ്. അത് ഇവിടെ നമ്മുടെ പെരുമാതുറ ഒറ്റപ്പുന്ന വാർഡിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നവകേരളം സൃഷ്ടിക്കാനുള്ളതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറുന്നത് മുതൽ തന്നെ നിരവധി പദ്ധതികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ തുടങ്ങിയിട്ടുള്ളത്. എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികളാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ആഘോഷത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഇത് നമ്മളെല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ ലഹരിയിലാണ്. ഇന്ന് നവംബർ 1 കേരളപ്പിറവിയാണ്. സർക്കാർ 2021 അതിൻ്റെ സെൻസസ് എടുക്കുകയും വാർഡുകളിൽ അതാത് ജനപ്രതിനിധികൾ ഇറങ്ങി ആ വാർഡുകളിൽ താമസിക്കുന്ന ആർക്കും അറിഞ്ഞുപോലും കൂടാത്ത അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽപ്പെട്ട വിഭാഗങ്ങളെ കണ്ടെത്തുകയും ആ വിഭാഗങ്ങളെ ലിസ്റ്റിലാക്കി അവരെ സർക്കാരിന് മുന്നിൽ എത്തിച്ച് ആ പട്ടികയിൽ നിന്ന് അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 4 വർഷം കൊണ്ട് കേരളത്തെ ദരിദ്ര കേരളമായിട്ട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി സർക്കാരിന് ഇന്ന് കഴിയുകയാണ്. നാടൻ നിന്നും ആഘോഷത്തിൻ്റെ ഭാഗമായി പെരുമാതുറ ബ്രാഞ്ചിൽ ഇവിടെ ബ്രാഞ്ചിലെ സഖാക്കളും നാട്ടുകാരും ഇതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ഞങ്ങളെല്ലാവരും അതിൻ്റെ ആഘോഷത്തിൽ പങ്കാളികളാവുകയാണ്.